ബാഹു പറ പുഷ്പ, ഭയങ്കര തിരക്കാണല്ലോ. ഒന്നും പറയണ്ട, റീ റിലീസ് അല്ലേ, അതിന്റെ ചെറിയ തിരക്ക്. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, കട്ടപ്പ എന്തിനാ ബാഹുബലിയെ കൊന്നെന്നാണോ? ബാഹു ഒരു തമാശക്കാരൻ തന്നെ, അതല്ല. ചോദിക്ക്. അല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിറ്റ് പടം ഇപ്പൊ ഞാനാണല്ലോ, ആ റെക്കോർഡ് എന്റെയും തട്ടിയെടുക്കാനാണോ തന്റെ വരവ്? ഏയ്, ഞാൻ അങ്ങനെ ചെയ്യൂ? പറയാൻ പറ്റൂല, ഞാൻ വന്നിട്ട് 10 വർഷമായില്ലേ, അതുകൊണ്ടൊന്നും വന്നേ ഉള്ളൂ. വെറും നെഗറ്റീവ് റിവ്യൂ വെച്ച് താനിട്ട റെക്കോർഡൊക്കെ തന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഞാൻ വേറെ ഡൗട്ട് ചോദിക്കട്ടെ, താനും ഇതുപോലെ വരണമെന്നാണോ? അതല്ല പിന്നെ. ബാഹുബലി 3 വരുമോ? ബാഹുബലി 3 വരുമോ എന്നറിയില്ല, പക്ഷേ ബാഹുബലി ദ എപ്പിക്, ബാഹുബലി 2 സിനിമകളിലെ ചേർത്ത് ഒരൊറ്റ സിനിമയായിട്ട് റീ റിലീസിന് വരികയാണ് ഒക്ടോബർ 31. എനിക്കൊന്നു ബാഹുബലി എന്ന് പറയുന്ന ഒരു സിനിമ ഇന്ത്യൻ സിനിമയെ പറ്റി എന്നൊക്കെ ആളുകൾ എത്ര കാലം കഴിഞ്ഞ് സംസാരിച്ചാലും ബാഹുബലി എന്ന് പറയുന്ന ഒരു സിനിമ അത് അത് ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടിയ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. അത് ഒരുപാട് വലിയ വലിയ വഴികൾ തുറന്നിട്ടൊരു സിനിമയാണ്. സോ ഇനീഷ്യൽ സമയങ്ങളിൽ, അതായത് ബാഹുബലി പ്ലാൻ ചെയ്ത സമയത്ത് രാജമൗലി അദ്ദേഹം ആദ്യമായി പ്ലാൻ ചെയ്ത സമയത്ത് ഇതൊരു ഒറ്റപ്പടമായിട്ട് എങ്ങനെ കൊണ്ടുവരാം, അങ്ങനെയാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം 5 മണിക്കൂർ 5.5 മണിക്കൂറുള്ള ഒരു സിനിമ അത് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം, അതായിരുന്നു ഇനിഷ്യലി ഉള്ള അവരുടെ പ്ലാൻ. പക്ഷേ 5.5 മണിക്കൂർ ഒരു സിനിമ ഇപ്പൊ നമുക്ക് അങ്ങനെ, ഇപ്പൊ രാജമൗലിയുടെ ഒരു സിനിമയുടെ ഡ്യൂറേഷൻ ഒന്നും ഒരു മനുഷ്യന് പ്രശ്നമില്ലാത്ത സമയമാണ്. പക്ഷെ ബാഹുബലി ഇനിഷ്യലി പ്ലാൻ ചെയ്ത സമയത്ത് അവർക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഇതിനെ ഒരു വലിയൊരു ക്ലിഫ് ഹാങ്ങറിൽ കൊണ്ട് നിർത്തി ഇതിനെ 2 പാർട്ടായിട്ട് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തുന്നത്. പക്ഷെ വർഷങ്ങൾക്കിപ്പുറം 10 വർഷങ്ങൾക്ക് ശേഷം ഇവർ 2 സിനിമയും കൂടെ ക്ലബ് ചെയ്ത് ഒരൊറ്റ സിനിമയായിട്ട് അവർ ഇറക്കുന്നു. ഇനിഷ്യലി അവർ പറയുന്ന സമയത്ത് ഇതൊരു 5 മണിക്കൂറുള്ള ഒരു സിനിമയായിരിക്കും, രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഏകദേശം ഒരു 5.5 മണിക്കൂർ വരുന്ന ഒരു സിനിമയാണ്. അപ്പം ഇങ്ങനെ ആളുകൾ സംശയം ചോദിച്ചു, രാവിലെ കയറി കഴിഞ്ഞാൽ എൻ്റെ ടൈം തിയേറ്ററിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ ടീം തന്നെ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ റിപ്ലൈ കൊടുത്തിരുന്നു, ഇതൊരു 2020 ഒരു IPL കാണുന്ന പോലെ ഉള്ളൂ, അങ്ങനെ കാണാമെന്ന്. പക്ഷേ ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട് വന്ന സമയത്ത് അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3.25 മണിക്കൂർ എന്തേ ഉള്ളൂ. അങ്ങനെയാണ് ഒഫീഷ്യലി ഉള്ള എന്നാണ് എനിക്ക് തോന്നുന്നത്. 3.25 മണിക്കൂർ എന്ന് പറയുന്നത് ബാഹുബലി പോലൊരു സിനിമയ്ക്ക് ഒരു വലിയ പ്രശ്നമല്ല. കാര്യം 3 മണിക്കൂറിന് മുകളിലുള്ള സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട്, വിജയിച്ചതും വിജയിക്കാത്തതുമായ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. റീസെന്റ് വന്ന പുഷ്പ 2-നായിക്കോട്ടെ 3 മണിക്കൂർ 21 മിനിറ്റ് എന്തോ ഉണ്ട്. അനിമൽ എന്ന് പറയുന്ന സിനിമ ഏകദേശം 3 മണിക്കൂർ 20 അത്രയും മിനിറ്റുള്ളതാണ്. അത് നമ്മൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ പോലും അത്രയും ഡ്യൂറേഷൻ ആൾക്കാർക്ക്, അത്രയും വലിയൊരു ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്കത് അങ്ങനെ തിയേറ്ററിൽ അങ്ങനെ ഫീൽ ചെയ്യാത്ത രീതിയിലാണ് 3.5 മണിക്കൂർ ഉണ്ടെങ്കിൽ പോലും. ബട്ട് ബാഹുബലിയെ സംബന്ധിച്ച് 3.25 മണിക്കൂർ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്കതൊരു വലിയൊരു ഫീൽ ആകില്ല. കാര്യം നമ്മൾ അത്ര എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. നമുക്ക് കഥ അറിയാമെന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു പോരായ്മ. പക്ഷെ അതൊരു പോരായ്മയല്ല. റീ റിലീസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെ അത് കഥ അറിയാവുന്നതുകൊണ്ട് നമ്മളത് കാണാതിരിക്കണമെന്നൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ക്യൂരിയസ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു രണ്ടുപേരുടെ ക്ലബ് ചെയ്ത സമയത്ത് ഒരുപാട് റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത് ഇല്ലാത്ത, അവര് ഫസ്റ്റ് എഡിറ്റിലൊക്കെ കളഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ഇതിന്റെ ഒരു ട്രെയിലേഴ്സ് ഒക്കെ ഇറങ്ങിയ സമയത്ത് എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. ഓൾറെഡി ഉള്ളത് തന്നെ അവർ കൊണ്ടുവന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇവർ ഈ കഥ പറച്ചിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതൊരു ഇപ്പൊ 2 പാർട്ടായിട്ട് ഇറക്കിയ സമയത്ത് ഇതിന്റെ ഒരു കഥ, ഫസ്റ്റ് നമ്മുടെ ശിവ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ വരുന്നു, പിന്നെ ഇന്റർവെൽ ആകുമ്പോഴാണ് എന്താണ് ബാഹുബലി എന്നും അമരേന്ദ്ര ബാഹുബലി എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു, പിന്നെ അനുഷ്കയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനത്തെ ബല്ലാൽ ദേവന്റെ ഒരു റേഞ്ച് എന്താണെന്ന് കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് പാർട്ട് വരുന്നു. പിന്നെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് അമരേന്ദ്ര ബാഹുബലിയുടെ കഥ അതെങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊണ്ടുവരുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു സെക്കൻഡ് ഹാഫിന് ശേഷം നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് കട്ടപ്പ ബാഹുബലി കൊന്നു എന്നുള്ള ഒരു കാര്യം പറയുന്നു. പക്ഷെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് അവരെങ്ങനെയായിരിക്കും ഈ ഒരു കഥയെ പ്രസന്റ് ചെയ്യുന്നത്? ഫസ്റ്റും സെക്കൻഡും കൂടെ അങ്ങ് ക്ലബ് ചെയ്ത് ഒരുപോലെ അങ്ങ് പറയാണോ, അതോ അതിനകത്ത് കഥ പറച്ചിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇപ്പം റീ റിലീസുകളുടെ കാലമാണ്, ഒരുപാട് റീ റിലീസ് സിനിമകൾ വന്നിട്ടുമുണ്ട്. പക്ഷെ അതൊക്കെ റീമാസ്റ്റർ ചെയ്തിടക്കാണ്. പഴയ കാലത്തെ ഒരു ഇതിനെ റീമാസ്റ്റർ ഒക്കെ ചെയ്തിട്ട് അതിന് വേണ്ട പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ, വിഷ്വലി ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ടാണ്. പക്ഷെ ഇവർ ഇതിനെ പ്രസന്റ് ചെയ്തേക്കുന്നത് ഒരു വേറെ രീതിയിലാണ്. അതായത് 2 സിനിമകൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. നമ്മൾ ഫസ്റ്റ് സിനിമ ആയിക്കോട്ടെ, സെക്കൻഡ് സിനിമ, ഫസ്റ്റിനാണെന്ന് തോന്നുന്നു കൂടുതൽ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലൊക്കെ ഒരുപാട് ആളുകൾ സംസാരിച്ചത് ഫസ്റ്റ് പാർട്ടിനാണ്, ഇന്ന കാര്യങ്ങൾ വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ സെക്കൻഡിലേക്ക് വന്നപ്പോൾ ബാഹുബലി എന്ന് പറയുന്ന ഒരു ക്രാഫ്റ്റ്മാൻ എനിക്ക് എപ്പോഴും ഒരു ബഹുമാനം ഉള്ളതെന്ന് വെച്ചാൽ അദ്ദേഹം ഓഡിയൻസിന്റെ
ഒരു വ്യൂ പോയിന്റ് ശ്രദ്ധിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ടാണ് സെക്കൻഡ് ഉണ്ടാക്കിയേക്കുന്നത്. അത് ഫസ്റ്റ് പോലെ തന്നെ ഇപ്പൊ വരുന്ന പല വലിയ സിനിമകളായിക്കോട്ടെ, ഫസ്റ്റിന്റെ സക്സസ് കണ്ടിട്ട് അതിൽ ഇൻസ്പയർഡ് ആയിട്ട് ഒരു സെക്കൻഡ് തട്ടിക്കൂട്ടുന്ന സെറ്റപ്പാണ്. ഇത് ഒരുപാട് സിനിമകൾ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ബാഹുബലി 2 എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സക്സസ് ഫോർമുല അതിനകത്ത് വേണ്ട. പണ്ടത്തെ ഒരു തെലുഗു സിനിമയാണെങ്കിൽ അതിനകത്ത് ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് സോങ് ഒക്കെ ഉണ്ടാവും. അത് ഈ പറയുന്ന നമ്മുടെ ബാഹുബലി 1 അതൊരു പ്രോപ്പർ ഒരു തെലുഗു സിനിമയായിട്ടും കൂടെ കൺസീവ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ബാഹുബലി 2 വരുമ്പോഴത്തേക്ക് അതൊരിക്കലും നമുക്കൊരു തെലുഗു സിനിമയായിട്ടേ വരില്ല. കാര്യം വെച്ചാൽ അവർക്കറിയാം അതൊരു തെലുഗു സിനിമയായിട്ടല്ല ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതൊരു പാൻ ഇന്ത്യൻ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറിങ് അതിന് വേണമെന്ന് അത് മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ ഈ ഒരു റീ റിലീസ് വരുന്ന സമയത്ത് നമ്മളല്ലാതെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടോടുള്ള ഡ്യൂറേഷൻ ടോട്ടലി എടുത്ത് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 5 മണിക്കൂറിന് മുകളിലുണ്ട്. പക്ഷെ ഇതൊരു 3.25 മണിക്കൂറിലേക്ക് അവർ കുറയ്ക്കുമ്പോൾ ഇവർ എന്തൊക്കെ സാധനങ്ങളായിരിക്കും നമുക്ക് അവിടെ ഈ സാധനം വേണ്ടായിരുന്നു എന്നൊക്കെ ഫസ്റ്റ് പാർട്ടിൽ തോന്നിയിട്ടുള്ളതൊക്കെ ആയിരിക്കും ഇവരത് ട്രിം ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. സോ അത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതൊരു വലിയൊരു സാധ്യതയാണ്. പണ്ട് രാജമൗലി അല്ല ബേസിക്കലി ആ ഒരു ഐഡിയ ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വിശ്വരൂപം എന്ന് പറയുന്ന കമൽ സാറിന്റെ ഒരു സിനിമയാണ് ഇതുപോലെ ഫസ്റ്റ് പാർട്ട് കൊണ്ടുവന്ന് ഫസ്റ്റ് പാർട്ടിൽ ഒരു കഥ പറഞ്ഞു. പക്ഷെ അത് ആ കഥ ഇവിടെ തീരുന്നില്ല, സെക്കൻഡ് പാർട്ടിലേക്ക് അവിടെ ഒരു ട്രെയിലറൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവന്നു. വിശ്വരൂപമാണെന്നാണ് എൻ്റെ ഓർമ്മ, 2008 ഇറങ്ങിയത്. ബട്ട് ബാഹുബലിയാണ്. പക്ഷെ നമ്മളെപ്പോഴും ഇങ്ങനൊരു സാധ്യതയുണ്ട്, 2 സിനിമകൾ ഒരു എൻ്റയർ കഥയെ നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആളുകൾ പിന്നെയും തിയേറ്ററിലേക്ക് വരും എന്നുള്ളൊരു ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാക്കിയ ഒരു സിനിമ അത് ബാഹുബലിയാണ്. അതിനുശേഷം ഇപ്പം KGF ആയിക്കോട്ടെ, പുഷ്പ 2 ആയിക്കോട്ടെ, ഇപ്പൊ വരാൻ പോകുന്ന കൽക്കി സലാറൊക്കെ പുള്ളിക്കാരൻ എന്താ പറയാ, രാജമൗലി അല്ലെങ്കിൽ ബാഹുബലി കൊടുത്ത ഒരു കോൺഫിഡൻസ് ആണ് ഈ സിനിമകളെല്ലാം ഉണ്ടായത്. ഇപ്പൊ ഷോർട്ട് ഫിലിമുകൾക്ക് വരെ കൊണ്ട് നിർത്താൻ പറ്റാത്തടത്ത് എന്നാൽ പിന്നെ ഒരു സെക്കൻഡ് പാർട്ട് ഞങ്ങൾ ബാക്കി കഥ പറയുമെന്ന് പറയുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ അതല്ലാതെ ഒരു കഥയെ അവർക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് അവർ കാണിച്ചു. അതിനെ ഫസ്റ്റ് ഒരു സക്സസ് ആകുമ്പോൾ ഓക്കെ, സക്സസ് ആയതുകൊണ്ട് എന്നാൽ പിന്നെ അതുപോലെ ഒരു സാധനം സെക്കൻഡിൽ വർക്ക്, അങ്ങനെ അല്ലാതെ ഈ കഥ എന്താണോ അത് ടോട്ടലി ഒരൊറ്റ സിംഗിൾ കഥയാണ്. പക്ഷെ അവർ അന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സിംഗിൾ കഥയായിട്ട് 5.5 മണിക്കൂർ ആൾക്കാരെ ഇരുത്തുക എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സക്സസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അന്നെന്ന് വെച്ചാൽ ഇപ്പം അതിനകത്തൊരു നമ്മുടെ പ്രഭാസ് ഉണ്ട്, അതിനകത്തൊരു അനുഷ്കയുണ്ട്, അതിനകത്തൊരു തമന്നയുണ്ട്, റാണയുണ്ട്, അങ്ങനെ വലിയ വലിയ നടന്മാർ ഇപ്പൊ ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം. സത്യരാജ് സാർ, കട്ടപ്പ, എല്ലാവരെയും അറിയാം. പക്ഷെ അന്ന് ഇനിഷ്യൽ തോട്ടിൽ ഇവരെല്ലാം ഒരു റീജിയണൽ സ്റ്റാർസ് ആണ്. അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇന്ത്യയിലെ മുഴുവനിലേക്കും. ഒരു പാൻ ഇന്ത്യൻ എന്ന് പറയുന്ന വേർഡൊക്കെ അന്ന് അത്ര യൂസ് ആകാത്തൊരു ടൈമും കൂടാണ്. സോ അന്ന് അവരെന്താണോ ഉദ്ദേശിച്ചത് അതായിരിക്കണം ഒരു റീ റിലീസ് കൊണ്ട് അന്ന് രാജമൗലി ഉദ്ദേശിച്ചിരുന്ന അതിനെ അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ പറയുക, തിയേറ്ററിൽ അത് കാണാനുള്ള എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നതും, അല്ലെങ്കിൽ എനിക്കൊരു ക്യൂരിയസ് ആയതും എന്ത് മാറ്റമാണ് ഇവർ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ 2 പടങ്ങളായിട്ട് കാണുമ്പോൾ കഥ പറച്ചിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടോ, അതുപോലെ എന്തൊക്കെ സാധനങ്ങളാണ് അവർ ട്രിം ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. എൻ്റെ ഒരു മനസ്സിൽ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ ആയിരിക്കണം. ഇപ്പം അതിനകത്തൊരു സ്പെഷ്യൽ അപ്പിയറൻസ് സോങ് ഒക്കെ ഉണ്ട്, അതൊക്കെ എനിക്കൊന്നും എടുത്ത് കളയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ കഥയ്ക്കകത്തൊരു പോയിന്റിൽ അത് കയറി വരുന്നുണ്ട്, എന്നാൽ പോലും അതൊക്കെ അവർക്ക് ഒഴിവാക്കാൻ സാധ്യതയുള്ള കഥകളാണ്. ബാഹുബലി സെക്കൻഡിലേക്ക് വരുമ്പോൾ എത്രത്തോളം അത് ട്രിം ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഫസ്റ്റിനകത്ത് ഒരുപാട് പോർഷൻ അവർക്ക് ട്രിം ചെയ്യാൻ സാധ്യതയുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഈ കഥ ഈ ഫസ്റ്റ് നമ്മൾ കണ്ട പോലെ തുടങ്ങി എൻഡ് ചെയ്യുന്ന പോലെ ആണോ, അതോ രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ടാവുമ്പോൾ തുടക്കത്തിലുള്ള കഥയിലേക്ക് വന്ന് പിന്നെ ശിവുഡു വരുന്നു, അങ്ങനെയാണോ അവർ പറയാൻ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. കാര്യം ക്ലിഫ് ഹാങ്ങറിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു ഇന്റർവെൽ ബ്ലോക്ക് മാത്രമേ വരാനുള്ള ചാൻസ് ഉള്ളൂ. ആദ്യം ഞാൻ 5 മണിക്കൂറുണ്ടെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഓർത്തതിന് 2 ഇന്റർവെല് കാണുന്നു. പക്ഷെ മോസ്റ്റ്ലി ഒറ്റ സിംഗിൾ ഇന്റർവെല്ലേ കാണൂ. അത് മോസ്റ്റ്ലി എവിടെ ആയിരിക്കുമെന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അത് സെക്കൻഡ് ഇത് കഥ എങ്ങനെയാണ് വരുന്നൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് എവിടെ ആയിരിക്കും അത് വരുന്നുള്ളത്. അതൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതൊന്നുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതും ഈ ഒരു സിനിമയെ കാത്തിരിക്കാനുള്ള ഒരു ഇതാണ്. ആ സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരുപാട് സാധ്യതകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് രാജമൗലി എന്ന് പറയുന്ന ഡയറക്ടർ ക്രാഫ്റ്റ്മാൻ ഓൾറെഡി അവിടെ ഉള്ളതാണ്. അദ്ദേഹം ഒരുപാട് സിനിമകൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ സാധ്യതകൾ പുള്ളി തുറന്നിട്ടത് ഒരുപാടുണ്ട്. ഈ പറഞ്ഞ പോലെ സെക്കൻഡ് പാർട്ട്, ഇങ്ങനൊരു കഥ ഉണ്ടെങ്കിലും
നമുക്ക് ഇങ്ങനെ അത് പറഞ്ഞ് ആൾക്കാർക്ക് നല്ലൊരു കഥയുണ്ടെങ്കിൽ അത് എങ്ങനെ പറഞ്ഞാലും ആൾക്കാർക്ക്, അത് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ആണെങ്കിൽ പോലും ആൾക്കാർ കാണും എന്നുള്ളൊരു ഇത് കൊടുത്തു. പിന്നെ വലിയ വലിയ സ്റ്റാർസിനെ, വലിയ മാർക്കറ്റ് ഇന്ത്യയിലേക്ക് അദ്ദേഹം തുറന്നു. ഇപ്പം അദ്ദേഹം ചെയ്യാൻ പോകുന്ന, ഇനിയും വരാൻ പോകുന്ന സിനിമകളായിക്കോട്ടെ, അത് ഇപ്പൊ ഇന്ത്യക്കാണ് ഒരു റീച്ചെങ്കിൽ അതൊരു ഗ്ലോബലിലേക്ക് ഇന്ത്യയെ നോക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ട്. സോ ആ ക്രാഫ്റ്റ്മാന്റെ അദ്ദേഹം ഇപ്പൊ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹേഷ്, അദ്ദേഹത്തിന്റെ പടത്തിനെ നിർത്തിവെച്ചിട്ട് ആണ് ഈ ഒരു സിനിമയുടെ ഈ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ബട്ട് അദ്ദേഹത്തിന്റെ മകനാണ് കൂടുതൽ കാര്യങ്ങളും ചെയ്യുന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ രാജമൗലി എന്ന് പറയുന്ന ഒരു ക്രാഫ്റ്റ്മാൻ എന്തായാലും ഉണ്ടാവും, അതില്ലായിരിക്കില്ല, കാര്യം അദ്ദേഹത്തിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ ടീം അത് ഒരു നോർമൽ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ തന്നെ അവർ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അവർക്കെല്ലാം ഒരു വേറൊരു രീതിയിലേക്ക് മാറ്റിയൊരു സിനിമ എന്നൊരു രീതിയിൽ അവരുടെ ഒരു സന്തോഷം കൊണ്ടാകാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു സിനിമ. എനിക്കറിയില്ല എത്രത്തോളം എല്ലാ സ്ഥലങ്ങളിലും വലിയൊരു റിലീസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും ഈ സിനിമ തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്, അത് ഡെഫിനറ്റ്ലി ഉണ്ട്. പണ്ട് ഞാൻ ഈ പടം റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാൻ UAE വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. ഞാൻ രണ്ടും അവിടെയാണ് കണ്ടത്. ഫസ്റ്റ് പാർട്ട് കാണുന്നത് തമിഴിലും സെക്കൻഡ് പാർട്ടാണ് മലയാളത്തിലും കണ്ടത്. അതൊരു നൊസ്റ്റാൾജിയാണ്. ഇപ്പൊ പക്ഷേ അത് ഇവിടെ വെച്ചാണ് കാണുന്നത്. അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങളിൽ എത്ര പേർ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എക്സൈറ്റഡ് ആണ്? കമന്റിൽ പറയാം.